ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക്, അതും കട്ട് ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലെ തണ്ണിമത്തൻ, ചുമല തണ്ണിമത്തൻ, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, പൈനാപ്പിൾ, സ്ട്രോബെറി, മുസമ്പി, ഇത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇതിനായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ലെഫ്റ്റ് ഓവർ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി വലിയൊരു ജാർ എടുത്ത് ഈ ഫ്രൂട്ട്സ് ആ ജാറിലേക്ക് നിറച്ച ശേഷം ഒരു അര കപ്പ് പഞ്ചസാരയും 2-3 കഷ്ണം കറുവപ്പട്ടയും പിന്നെ ആ ഫ്രൂട്ട്സ് നിറയാൻ പാകത്തിന് പച്ചവെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് സൂര്യപ്രകാശം എത്താത്ത ഒരിടത്ത് 3 ദിവസത്തേക്ക് വെക്കുക. ഇതിനു മുമ്പ് പൈനാപ്പിളിന്റെ തൊലി യൂസ് ചെയ്ത് പൈനാപ്പിൾ തിപ്പാച്ചി എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, വേണ്ടവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മുടെ ജാറിലെ ഫ്രൂട്ട്സിന്റെ അവസ്ഥ ഇതാണ്. ഗ്ലാസ് ജാർ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. 3 to 5 days നിങ്ങൾക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് സൂര്യപ്രകാശം ഇല്ലാത്തവരിടത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുടലിലെ നല്ല ബാക്ടീരിയകൾ റീസ്റ്റോർ ചെയ്ത് ഡൈജഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്രോബയോട്ടിക് ഡ്രിങ്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒത്തിരിയും പൈസ കൊടുത്ത് പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുന്നതിൽ നല്ല ഹോം മെയ്ഡ് ആയിട്ട് നാച്ചുറലി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത് എടുക്കുന്ന 3rd അല്ലെങ്കിൽ 5th ഡേ ആണെങ്കിൽ ആ ദിവസം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഐസ് ക്യൂബ്സ് നിറച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വാസ് എന്ന് പേരുള്ള ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക് കുടിക്കാൻ റെഡിയായി. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. മാസലാമ.